Hello everyone, welcome back. Back to your YouTube video like welcome. In this video, we are discussing about the best aviation courses in Kerala. പ്ലസ് ടു ബയോസയൻസ് എടുത്ത് പഠിച്ച് ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ച് അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്ത് പഠിച്ച് ഏതൊരു സ്ട്രീം എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ എടുക്കുന്ന അല്ലെങ്കിൽ ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഏവിയേഷൻ. ഞാൻ മുമ്പ് ഏവിയേഷൻ എന്ന കോഴ്സിനെ പറ്റിയിട്ടും കോഴ്സ് ബ്ലോഗ്സ് കാര്യങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ നിർബന്ധമായി കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിൽ വരാം. അതുപോലെ തന്നെ ഞാൻ ഇതൊരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ A to Z കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോന്നായി മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കോളേജിൽ അഡ്മിഷൻ കാര്യങ്ങൾ എടുക്കുക. അപ്പോൾ ഏവിയേഷൻ എന്ന് പറയുന്ന കോഴ്സ് ഏതെങ്കിലും ഒരു കോളേജിൽ പഠിച്ചിറങ്ങിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഞാനെപ്പോഴും വിദ്യാർത്ഥികളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പ്രാധാന്യം തന്നെ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ കാണിക്കണം. കാരണം അംഗീകാരമില്ലാത്ത കോളേജ് പഠിച്ചിറങ്ങിയാൽ ജോലി ലഭിക്കാൻ വളരെ പാടാണ്. ഇനി എന്തൊക്കെയാണ് ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ അപ്രൂവൽ ഏറ്റവും പ്രധാനമായ കാര്യമാണ്. കോളേജ് ഏത് യൂണിവേഴ്സിറ്റിയോട് അപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്നത്. കേരളത്തിൽ MG യൂണിവേഴ്സിറ്റിയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും അണ്ടറിൽ വരുന്ന കോളേജിൽ പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഏവിയേഷൻ കോഴ്സ് എന്ന് പറഞ്ഞ് പ്രൈവറ്റ് സർട്ടിഫിക്കേഷൻ മാത്രം കൊടുക്കുന്ന കോളേജസ് മാക്സിമം അവോയ്ഡ് ചെയ്യാം. സെക്കൻഡ്, ഏവിയേഷൻ സിലബസ്. BBA ഏവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് BBA മാത്രം പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് അല്ല. എയർപോർട്ട് ഓപ്പറേഷൻ, എയർലൈൻ മാനേജ്മെന്റ്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, ഏവിയേഷൻ സേഫ്റ്റി എന്ന് തുടങ്ങിയ സബ്ജക്ട് സിലബസിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. കോളേജിന്റെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നോക്കണം. കോളേജ് എയർപോർട്ടായി ടൈപ്പ് ഉണ്ടോ, പ്രാക്ടിക്കൽ എക്സ്പോഷർ, പ്ലേസ്മെന്റ് റെക്കോർഡ്, ഫീസ് സ്ട്രക്ചർ, ഫാക്കൽറ്റിയുടെ ക്വാളിഫിക്കേഷൻ, ഇൻഡസ്ട്രിയൽ ബാക്ക്ഗ്രൗണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾ ഓവർ അനലൈസ് ചെയ്ത് കോളേജ് വിസിറ്റ് ചെയ്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, അഡ്മിഷൻ കാര്യങ്ങൾ എടുക്കാം. നിലവിലെ കേരളത്തിലെ ആഡൺ പ്രോഗ്രാംസ് ആണുള്ളത്. അതായത് BBA വിത്ത് ഏവിയേഷൻ എന്ന് പറയുന്ന ആഡൺ പ്രോഗ്രാം. അപ്പൊ നിങ്ങൾക്ക് ഈ ആഡൺ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത് പുറമേയുള്ള കമ്പനീസ് ആയിരിക്കും. അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ എയർപോർട്ട് കമ്പനി. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിൻ എയർപോർട്ടിൽ കമ്പനീസ് ഇപ്പോൾ പറഞ്ഞ കേരളത്തിൽ പല കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആഡോൺസ് മാത്രം ചെയ്യാം നിങ്ങൾ മാക്സിമം നോക്കാം. എങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കോളേജും എയർപോർട്ട് തമ്മിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കേരളത്തിലെ കോളേജസിൽ യൂണിവേഴ്സിറ്റി പ്ലസ് IATA സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പ്ലേസ്മെന്റ്, ഇന്റേൺഷിപ്പ് ഫെസിലിറ്റി കാര്യങ്ങൾ ലഭിക്കാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾക്ക് 6 മാസം തിയറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിൽ ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പഠിച്ചത് അതിന്റെ പ്രാക്ടിക്കൽ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും, വീണ്ടും ഈ പറഞ്ഞ തിയറി പഠിപ്പിക്കുക. അങ്ങനെ കൊണ്ടുവന്ന കോളേജ് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏവിയേഷൻ എന്ന് പറയുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി സർട്ടിഫൈഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം, ഉറപ്പുവരുത്തുക. അപ്പോൾ ഞാൻ പറയുന്ന ഓരോ കോളേജും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിക്ക് അനലൈസ് ചെയ്ത് കോളേജ് വിസിറ്റ് ചെയ്ത് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാം അഡ്മിഷൻ കാര്യങ്ങൾ എടുക്കുക. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബെസ്റ്റ് ഏവിയേഷൻ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് അടിസ്ഥാനത്തിൽ, ഫീസിന്റെ അടിസ്ഥാനത്തിൽ, ഫാക്കൽറ്റി, അങ്ങനെ ഓൾ ഓവർ ഞാൻ കോളേജ് വിസിറ്റ് ചെയ്ത് അവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ടും എല്ലാവിധ കാര്യങ്ങളും ഏറ്റെടുത്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ലിസ്റ്റ് ഔട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് ഞാൻ പറയുന്ന ലിസ്റ്റിലേക്ക് ടെൻഷൻ ആവണം. നിങ്ങൾ എന്ത് ചെയ്യും, കമന്റ് ചെയ്യാം. ഞാനൊരു കോളേജിനെ പറ്റിയിട്ട് ഫ്യൂച്ചറിൽ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിലവിലെ ഫീസും അതുപോലെ തന്നെ സീറ്റ് അവൈലബിലിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, താഴെ കൊടുത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കി നോക്കിയാലോ ഏതെല്ലാമാണ് ബെസ്റ്റ് ഏവിയേഷൻ കോളേജ് കേരള എന്ന്. ആദ്യമായി നമ്പർ 10 മെഡ് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കുരുവില്ലശ്ശേരി, മാള, തൃശ്ശൂർ. അഫിലിയേഷൻ നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിന്റെ അഫിലിയേഷൻ ആണ് വരുന്നത്. 2002 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BBA ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 9 എലിപ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ പൊൻകനംകാട്, കുരിയച്ചിറ, തൃശ്ശൂർ. അഫിലിയേഷൻ നോക്കുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അഫിലിയേഷൻ ആണ് വരുന്നത്. ഏകദേശം 45 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോളേജാണ്. BBA ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 8 KMM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ തൃക്കാക്കര, എടപ്പള്ളി, എറണാകുളം. അഫിലിയേഷൻ നോക്കുകയാണെങ്കിൽ AICTE MG യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ വരുന്ന പ്രോഗ്രാമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം 2008 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 16 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ള കോളേജാണ്. BBA ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 7 ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നെല്ലിക്കുഴി, കോതമംഗലം, എറണാകുളം. MG യൂണിവേഴ്സിറ്റിന്റെ അഫിലിയേഷൻ ആണ് കോളേജ് ഉള്ളത്. NAC A ഗ്രേഡ് ഉള്ള കോളേജ് കൂടിയാണ്. 2002 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BBA ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 6 ശാന്തഗിരി കോളേജ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ വഴിത്തല, തൊടുപുഴ, ഇടുക്കി. MG യൂണിവേഴ്സിറ്റിന്റെ അപ്ലിക്കേഷൻ കോളേജ് ഉള്ളത്. അതുപോലെ തന്നെ AICTE തുടങ്ങിയ അപ്ലിക്കേഷൻസ് ഉണ്ട്. 2002 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്.
BBA ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 5 സെന്റ് മേരീസ് കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ വളയച്ചിറങ്കര, പെരുമ്പാവൂർ, എറണാകുളം. കോളേജിന്റെ അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ MG യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് പ്രോഗ്രാം വരുന്നത്. NAC A++ ഗ്രേഡുള്ള കോളേജാണ്. അതുപോലെ തന്നെ UGC അപ്ലിക്കേഷൻ ഉണ്ട്. 2008 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BBA ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 4 ജയഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ അരക്കാപ്പടി, പെരുമ്പാവൂർ, എറണാകുളം. MG യൂണിവേഴ്സിറ്റിന്റെ അപ്ലിക്കേഷൻ ആണ് കോളേജിനുള്ളത്. അതുപോലെ തന്നെ AICTE എന്ന് തുടങ്ങിയ അപ്ലിക്കേഷൻസ് ഉണ്ട്. 2002 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BBA ഹൈബ്രിഡ് ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 3 മംഗലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റുമാനൂർ, കോട്ടയം. അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ NAC A ഗ്രേഡുള്ള കോളേജാണ്. MG യൂണിവേഴ്സിറ്റിന്റെ അപ്ലിക്കേഷൻ ആണ് കോളേജിനുള്ളത്. BBA ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 2 ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ രാമപുരം, മലപ്പുറം. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിന്റെ അപ്ലിക്കേഷൻ ആണ് കോളേജിനുള്ളത്. 2008 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കേരളത്തിന്റെ തന്നെ മാനേജ്മെന്റ് പ്രോഗ്രാംസിന് ഓട്ടോണോമസ് അഫിലിയേഷൻ കിട്ടിയ കോളേജ് കൂടിയാണ്. 2008 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BBA ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 1 കൊച്ചിൻ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കാക്കനാട്, പള്ളിക്കര, എറണാകുളം. അഫിലിയേഷൻ നോക്കുകയാണെങ്കിൽ NAC B ഗ്രേഡ് ഉള്ള കോളേജാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ വരുന്ന പ്രോഗ്രാമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 2011 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഗ്രാം BBA എയർലൈൻ ക്യാബിൻ ക്രൂ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, BBA ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാമാണ് ബെസ്റ്റ് ഏവിയേഷൻ കോഴ്സ് ഇൻ കേരള. ഇനി നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായി സംശയങ്ങളോ കോളേജ് സംബന്ധമായി സംശയങ്ങളോ ഏതെങ്കിലും എക്സാംസിന് പറ്റിയിട്ടോ ഏതെങ്കിലും കോളേജിന്റെ ഫീസ് സ്ട്രക്ചറോ ഈ കോളേജിന്റെ ഡോക്യുമെന്റേഷൻ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, സീറ്റ് അവൈലബിലിറ്റി, ഫീസ് കാര്യങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.